ഹലോ. വയറ് കുറയണ മൂന്നല്ല കുറച്ച് എക്സസൈസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ വയറ് കുറഞ്ഞതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇനി ആർക്കെങ്കിലും വയറ് കുറയണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ കുറച്ച് എക്സസൈസുകൾ പറഞ്ഞുതരാം. അപ്പോൾ അത് ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാവും. 3 മാസം അടുപ്പിച്ച് 2 നേരമായിട്ട് ചെയ്താൽ മതി. പിന്നെ അസുഖമുള്ളവരൊന്നും അധികം റിസ്ക് എടുത്തത് ചെയ്യരുത്. പിന്നെ ഞാൻ ട്രെയിനറല്ല, അത് പ്രത്യേകം എടുത്ത് പറയുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഡെലിവറിക്ക് ശേഷം എൻ്റെ ശരീരത്തിൽ വന്ന മാറ്റമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എണീറ്റ് വന്നതിന് ശേഷം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എന്താ ഇതുപോലൊരു വാൽപാത്രത്തിൽ 2 ഗ്ലാസ് വെള്ളം വയ്ക്കും. ആ 2 ഗ്ലാസ് വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഉലുവ 1 ടീസ്പൂൺ ജീരകം ഇത് കഴിക്കുന്നത്. പിന്നെ അത് ഇപ്പോൾ ജീരകമല്ല, ഉലുവ മാത്രമാണെങ്കിൽ ഉലുവ മാത്രം, ജീരകമാണെങ്കിൽ ജീരകം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പം ഞാൻ ഉലുവയും ജീരകമൊക്കെ ഇട്ടിട്ടാണ് ചെയ്തത്. പക്ഷേ അസുഖമുള്ളവർ ഒരിക്കലും ചെയ്യരുത്. അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്. കാരണം നമ്മുടെ ഓരോരുത്തരുടെ ഡിഫറൻ്റ് അല്ലേ, ശരീരത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാവരും പല ടൈപ്പാണ്. അപ്പോൾ നമുക്കൊന്നും വേറെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ട്രെയിനറല്ല, അത് ഞാൻ സെപ്പറേറ്റ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ എൻ്റെ വയറ് പറഞ്ഞാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇത് വെട്ടി തിളപ്പിക്കുക, അതായത് നന്നായിട്ട് ഗ്യാസ് വെച്ച് തിളപ്പിച്ചതിന് ശേഷം അത് 1 ഗ്ലാസ് ആക്കി അരിച്ചതിന് ശേഷം ചൂടാറിയതിന് ശേഷം അത് കുടിച്ചതിന് ശേഷം കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഇത് നമ്മൾ എക്സസൈസ് ആരംഭിക്കാൻ വേണ്ടി അത് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു മാറ്റ് ഇതുപോലെ ഉള്ളവർ ഇല്ലാത്തൊരു ഇവിടെ പ്ലെയിൻ സ്ഥലത്ത് നിന്നിട്ട് അതിന് ചെയ്യും. പക്ഷേ മാറ്റ് ഉണ്ടെങ്കിൽ ഇത്തിരി കൂടി നന്നായിരിക്കും. കാല് വേദനക്കൊക്കെ ഉള്ളവർക്കൊക്കെ ഇപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് അങ്ങനെ ചെയ്യും. അതിൽ നിന്നതിന് ശേഷം നമ്മൾ ഫസ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ വെള്ളം കുടിച്ചതിന് ശേഷം നമ്മൾ നിന്നതിന് ശേഷം നമുക്ക് മൊത്തം ബോഡി ഒരു ചെറിയൊരു എക്സസൈസ് കൊടുക്കണം. അപ്പോൾ ആദ്യം കൊടുക്കണമെന്ന് വെച്ചാൽ തല സ്ട്രെയിറ്റ് ആയിട്ട് നേരെ നിൽക്കുക. നേരെ നിന്നതിന് ശേഷം തല ആദ്യം നമ്മൾ ആദ്യം ഇങ്ങിടും, ഫസ്റ്റ് ഇങ്ങനെ റൊട്ടേഷൻ ചെയ്യും, പിന്നെ ഇങ്ങിടും. അത് 3 പ്രാവശ്യം. അതുപോലെ കൈ ഇതിങ്ങനെ 1 2 3 അതുമാതിരി ഈ കൈ ഒക്കെ സ്ട്രെയിറ്റ് ആയിട്ട് നിന്നിട്ട് വേണ്ട ചെയ്യണമെങ്കിൽ, നല്ല മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. അത് ചെയ്യാം. പിന്നെ അതിന് ശേഷം പിന്നെ വയറ് അരക്കെട്ടിലിങ്ങനെ പിടിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ വയറുണ്ടായിരുന്നു. പിന്നെ ഈ സൈഡിൽ ഇങ്ങനെയൊക്കെ അതിങ്ങനെ ചെയ്യാം. അതിന് ശേഷം പിന്നെ കാലൊന്ന് കാല് കുടഞ്ഞതിന് ശേഷം കാലിൻ്റെ അറ്റം ഇങ്ങനെ ഇത്തിരി പൊന്തിച്ച് പിന്നെ ലൂസുള്ള ഡ്രസ്സ് ഇടുക. അപ്പോൾ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കാല് 1 2 3 പിന്നെ 1 2 3. ഇനിയും ഉണ്ട് കേട്ടോ, സ്റ്റെപ്പുകൾ കുറേ ഉണ്ട്. പക്ഷേ എല്ലാതും ഞാൻ ഇത് പറയുന്നില്ല. അതിന് ശേഷം റിലാക്സ് ആയിട്ട് നിന്നതിന് ശേഷം പിന്നെ അതിന് ശേഷം നമ്മൾ പിന്നെ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും തലയുടെ എക്സസൈസ് ചെയ്യുക. 1 2 3 പിന്നെ റൊട്ടേഷൻ ചെയ്യും. അതിന് ശേഷം പിന്നെ ഈ നമ്മുടെ ചെസ്റ്റ് കുറയാനുള്ള എക്സസൈസാണ്. കൈ നീട്ടി പിടിക്കുക. 1 2 ബാക്കിലേക്ക് എത്രത്തോളം ആവണം അത്രത്തോളം ചെസ്റ്റ് കുറയും കേട്ടോ. 3 4 5 മാക്സിമം മുട്ടിക്കാൻ നോക്കുക ബാക്കിൽ. പിന്നെ അതിന് ശേഷം അത് ഒരു എക്സസൈസ്. പിന്നെ ചെയ്യണത് നമ്മൾ ടാറ്റ 1 2 3 4 5. പിന്നെ നമ്മൾ ചെയ്യണത് അത് പിന്നെ ചെയ്യണതെന്ന് വെച്ചാൽ പിന്നെ ഇങ്ങനെ കൈ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഈ ചെസ്റ്റ് കുറയും. പിന്നെ ചെയ്യാതെ ഇങ്ങനെ ഇവിടുത്തെ കുറയുന്നത് 1 2 3 4 5. പിന്നെ അടുത്തത് ഇനി വയറ് കുറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് നമ്മുടെ കൈ ഇങ്ങനെ വയ്ക്കുക. 1 2 3 4 5. നന്നായിട്ട് കാല് പൊന്നുമ്പോഴാണ് വയറ് കുറയുക കേട്ടോ. 6 7 8 9 10. പിന്നെ ഒരു 1 2 കാല് നീട്ടി വയ്ക്കണം ബാക്കിൽ. 3 4 5 6 7 8. ഇങ്ങനെ ചെയ്യാം. പിന്നെ ഇങ്ങനെ ചെയ്യാം. കാല് നന്നായിട്ട് നീട്ടി വയ്ക്കുക.
മാറ്റില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ മാറ്റ് ഉണ്ടെങ്കിൽ ഇത്രയും കൂടി അധികം നീങ്ങാത്ത സൈസ് ചെയ്യും. പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 1 2 3 കൈ വേണമെങ്കിൽ വയ്ക്കട്ടാ. 5 6 7 8 9 10. പിന്നെ ചെയ്യേണ്ടത് 1 2 3 4. തണ്ടൽ വേദനയുള്ളവരൊന്നും ചെയ്യരുത്, വേറെ അസുഖങ്ങളുള്ളവരും അധികം റിസ്ക് എടുത്ത് ചെയ്യരുത് കേട്ടോ, അല്ലാത്തവർ ഇത് ചെയ്യും. പിന്നെ ചെയ്യേണ്ടത് 2 വാതിൽ, വീടിൻ്റെ ഇവിടെ വാതിലുണ്ടാവില്ലേ, വാതിലിൻ്റെ അവിടെ നിൽക്കുക, ഇത് കാല് അങ്ങോട്ട് കിടക്കണോ വാതിലിൻ്റെ അവിടെ. ഇത്രയും ചെയ്താൽ മതി. ഇത് ഡെയിലി 2 നേരമായിട്ട് ചെയ്യണമെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. ഇത് ഇങ്ങനെയാണ് എൻ്റെ ശരീരത്തിന് വന്ന മാറ്റങ്ങൾ എനിക്കുണ്ടായത്. 3 മാസം അടുപ്പിച്ച് ഞാൻ ചെയ്തു. അപ്പോൾ അത് ചെയ്തപ്പോൾ വളരെ വ്യത്യാസമായി. അപ്പോൾ പറ്റാവുന്നവർ ചെയ്യുക, അസുഖമുള്ളവർ ഒരിക്കലും ചെയ്യരുത്. പിന്നെ എന്താ വെച്ചാൽ എല്ലാവരും, അതായത് വയറ് കുറയുന്ന ആഗ്രഹമുള്ളവർ തീർച്ചയായും ചെയ്യുക. അപ്പോൾ നല്ല വ്യത്യാസം വരും. അപ്പോൾ ഇഷ്ടമുള്ള ഡ്രസ്സുകളൊക്കെ നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ താങ്ക് യു. അപ്പോൾ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.